ഉഷ്ണകാലമാണ്, നന്നായി വെള്ളം കുടിക്കണം എന്ന് ഉപദേശിക്കാൻ എളുപ്പമാണ്. പക്ഷേ കുടിക്കാൻ വെള്ളം വേണ്ടേ? കൊല്ലം നഗരപരിധിയിൽ കുടിവെള്ളം കിട്ടാതായിട്ട് 7 മാസം. താമരക്കുളം എന്ന പ്രദേശത്താണ് കുടിവെള്ളം ഇപ്പോൾ കിട്ടാക്കനിയായിരിക്കുന്നത്. പലപ്പോഴും വെള്ളം പണം കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥയിലാണവർ. 350 കുടുംബങ്ങളാണ് 7 മാസമായി കോർപ്പറേഷന്റെ കുടിവെള്ളം കിട്ടാതെ ഇങ്ങനെ കഴിഞ്ഞു പോകുന്നത്. കുഴൽക്കിണർ നിർമ്മാണം ആരംഭിച്ചെങ്കിലും ഇതുവരെയും അതും പൂർത്തിയായിട്ടില്ല. താമരക്കുളം ദേശവാസികൾക്കൊപ്പം നമ്മുടെ ദിലീപ് ദേവസ്യയുണ്ട്. ദിലീപ് ദേവസ്യ, ഗുഡ് ഈവനിംഗ്. താമരക്കുളംകാർക്ക് പ്രദേശത്തിന്റെ പേരിൽ ഒരു കുളമുണ്ടെങ്കിലും ഒരു കുളം വെള്ളം പോലും അവർക്കില്ല എന്നതല്ലേ വസ്തുത? സത്യം തന്നെ സുജിയ, താമരക്കുളം എന്ന പേരിലൊരു കുളമുണ്ടെങ്കിലും കുടിക്കാനൊരു തുള്ളി വെള്ളം കിട്ടാത്ത അവസ്ഥയാണ് ഇവിടെ. എൻ്റെ മുന്നിൽ കാണാം ഇങ്ങനെ പാത്രങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നത്. ഇന്നിവിടെ പുതിയകാവ് അമ്പലത്തിൽ ഉത്സവമായിരുന്നു. അങ്ങനെ വെള്ളം ഒരു തുള്ളി കിട്ടാതായപ്പോൾ പണം കൊടുത്ത് വെള്ളം വാങ്ങാൻ വേണ്ടി ഇതിങ്ങനെ പാത്രങ്ങൾ നിരത്തി വെച്ചതാണ്. ഇവിടുത്തെ ആളുകളെല്ലാം തന്നെ ഈ പാത്രങ്ങളിൽ അല്പസമയത്തിനകം വൈകുന്നേരം വെള്ളം എത്തും. ആ വെള്ളം ശേഖരിക്കാൻ വേണ്ടി വീട്ടിലുള്ള പാത്രങ്ങൾ നിരത്തി വെച്ചിരിക്കുകയാണ്. ഈ സ്ഥലത്തിനെ കുറിച്ച് പറയുമ്പോൾ 7 മാസമായി ഈ കോർപ്പറേഷൻ്റെ കുടിവെള്ളം കിട്ടുന്നില്ല. മാത്രമല്ല ഇവിടെ കുഴൽക്കിണർ, ഇവരുടെ കുടിവെള്ള പരിഹാരത്തിനായി കോർപ്പറേഷൻ കുഴൽക്കിണർ നിർമ്മാണം ആരംഭിച്ചെങ്കിൽ പോലും ഇതുവരെയും അത്തരത്തിലുള്ള ഒരു നിർമ്മാണം പൂർത്തീകരിച്ച് ഇവർക്ക് വെള്ളം കിട്ടിയില്ല. ഇന്ന് ഈ കൊല്ലത്തേക്ക്, മാത്രമല്ല താമരക്കുളത്തിൽ നിന്ന് നടക്കേണ്ട ദൂരം മാത്രമേ ഉള്ളൂ നമ്മുടെ കൊല്ലം കോർപ്പറേഷനിലേക്ക്. ഇന്ന് ഇവിടെ പുതിയകാവ് അമ്പലത്തിൽ ഉത്സവമായിരുന്നു. ആ സമയത്ത് പോലും അതിഥികളെല്ലാവരും തന്നെ വീട്ടിലേക്ക് എത്തുന്ന, ഇവിടുത്തെ ആളുകളുടെ വീട്ടിലേക്ക് എത്തുന്ന ഒരു സമയം കൂടിയാണ്. ഈ സാഹചര്യത്തിൽ പോലും ഇവർക്ക് തുള്ളി വെള്ളം കിട്ടിയില്ല. എന്നോടൊപ്പം ഇവിടുത്തെ പ്രദേശവാസികളുണ്ട്. ചേച്ചി, ഇന്നത്തെ വെള്ളത്തിന്റെ അവസ്ഥ എങ്ങനെയായിരുന്നു? ഇന്ന് മാത്രമല്ല, ഇന്ന് വെള്ളം ഇല്ലായിരുന്നു. പൊതുവെ 7-8 മാസം കൊണ്ട് വെള്ളമില്ല. ഇന്നത്തെ ആവശ്യത്തിന് ഞങ്ങൾ പുറത്തുനിന്ന് 700 രൂപ 800 രൂപ കൊടുത്ത് ഒരു ടാങ്ക് വെള്ളം അടിച്ചു. ഇനിയിപ്പോൾ ബാക്കിയുള്ള ആവശ്യത്തിന് വെള്ളമില്ല. ഇനിയിപ്പോൾ വീണ്ടും അടുത്ത വെള്ളം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കാത്തിരിക്കുക, വണ്ടി വരണം. എല്ലാ സമയങ്ങളും ഇങ്ങനെ തന്നെയാണ്, കാശ് കൊടുത്ത് ഇങ്ങനെ പൈസ കൊടുത്ത് തന്നെ നമ്മളുടെ ആവശ്യം വാങ്ങിക്കുക. മിക്കവാറും ഞങ്ങൾ പൈസയ്ക്ക് വാങ്ങിക്കുക. കുളിക്കാൻ വെള്ളമില്ലതാ. ആ ചേച്ചി 3 ദിവസം 4 ദിവസമായി കുളിച്ചിട്ട് 4 ദിവസമായി. ഇന്ന് അല്ലല്ല, സത്യമായിട്ട് ഇന്ന് 2 ദിവസം. ഇന്ന് അമ്പലത്തിൽ ഉത്സവമായതുകൊണ്ടാണ് ഇന്ന് ഇത്തിരി വെള്ളം തൊട്ട് തേച്ച് കുളിച്ചു. അതെന്ന് പറഞ്ഞാൽ മതി. ഇത്രയും കഷ്ടപ്പാടായിട്ട് നിങ്ങൾ കോർപ്പറേഷനിലൊന്നും ഇക്കാര്യം പറഞ്ഞില്ലേ? പറയുമ്പോൾ പാത്രമൊക്കെ ഞങ്ങൾ എടുത്തോണ്ട് വെള്ളം വരുമ്പോൾ കൊണ്ടുപോകുമ്പോൾ അവർ തന്നെ കഷ്ടിച്ചുള്ള വെള്ളമാണ് തരുന്നത്. എല്ലാവർക്കും കൊടുക്കണമല്ലോ, ഇവിടെ നിന്ന് അങ്ങ് അറ്റം വരെ കൊടുക്കണമെന്ന് പറയും. ഏകദേശം നമ്മളിവിടെ ഒരു 350 കുടുംബങ്ങളുണ്ടെന്ന് പറയുന്നത്. ഇത്രയും ആളുകൾക്ക് ഈ കഷ്ടപ്പാടായിട്ട് കൗൺസിലർ ഒന്നും ഇടപെട്ടില്ലേ? എന്താ ചേച്ചി, കൗൺസിലർ ഇല്ല, കൗൺസിലർ ഇടപെട്ടിട്ടില്ല ഇതിനകത്ത്. പിന്നെ നമ്മൾ 7 മാസം കൊണ്ട് ഇതിൻ്റെ പുറകെ നടക്കുക. അവസാനം BJP-ക്കാർ പിള്ളേർ പോയി അവിടെ പ്രശ്നം ഉണ്ടാക്കിയതിന് ശേഷമാണ് പിന്നെ കുഴിക്കാൻ തുടങ്ങിയത് തന്നെ. ഇപ്പോൾ വെള്ളം വരും, ഇന്ന് വരും നാളെ വരും എന്ന് പറയുന്നേ അല്ലാതെ ഇതുവരെ ഒരു തീരുമാനമായില്ല. ചേട്ടാ, എങ്ങനെയാണ് നമ്മൾ ഈ കാര്യത്തിൽ ബന്ധപ്പെട്ട് കോർപ്പറേഷനിലൊക്കെ അറിയിക്കുകയൊക്കെ ചെയ്തത്? എല്ലാ സ്ഥലത്തും പോയി നമ്മൾ അറിയിച്ചായിരുന്നു. വാട്ടർ അതോറിറ്റിയിൽ അറിയിച്ചായിരുന്നു. പിന്നെ ഭൂഗർഭജല അവരിപ്പോൾ കുഴിക്കുന്നുണ്ട്. കുഴിച്ചിട്ട് അത് പണി നിർത്തി വെച്ചിരിക്കുകയാണ്, പകുതിയിലാക്കി വെച്ചിരിക്കുന്നു. ഇനി എവിടെന്നോ അത് മെഷീൻസ് കൊണ്ടുവന്ന് ചെയ്യണമെന്നാണ് അവർ. കൊല്ലം ചിന്നക്കട നഗരത്തിൽ തന്നെയുള്ള ആളുകളല്ലേ നമ്മൾ? തീർച്ചയായിട്ടും ഇവിടെ തന്നെ നമ്മൾ ഇരിക്കുന്നത്. ഇവിടെയുള്ള ജനങ്ങൾക്ക് എന്ന് പറയുമ്പം കിണറുകളൊന്നുമില്ല. ഇതിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. കോർപ്പറേഷൻ വാട്ടർ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. കൊള്ളത്തില്ല, വെള്ളം കൊള്ളത്തില്ല. അവിടെ ഒരു കുഴൽക്കിണർ കുഴിക്കാനായി ശ്രമിച്ചിരുന്നു ദിലീപ്, അത് ഇപ്പോൾ പൂർത്തിയായിട്ടില്ലേ? ആ കുഴൽക്കിണറുകളുടെ അവസ്ഥ എന്താണ്? ഇന്ന് പൊങ്കാലയായിട്ട് ഈ കോർപ്പറേഷൻ ഇപ്പോൾ കുഴിക്കാൻ പോകുന്ന ഈ കുഴൽക്കിണർ എവിടെയാണ് കുഴിച്ചുകൊണ്ടിരിക്കുന്നത്? അതിൻ്റെ അവസ്ഥ ഇപ്പം എന്താണ്? അവിടെ ബോട്ട്കോ എന്ന് പറയുന്ന സ്ഥലത്താണ്, അതാണ് ഞാൻ പറഞ്ഞത്, ബോട്ട്കോ എന്ന് പറയുന്ന സ്ഥലത്താണ് അവർ കുഴിച്ചിരിക്കുന്നത്. കുഴിച്ചിട്ട് ആ പണി പകുതിയിൽ ഇട്ടേച്ച് പോയിരിക്കുകയാണ്. ഇപ്പം അത് ചോദിക്കുമ്പോൾ ഇപ്പം അവിടെ ആരും ഇല്ല. വലിയ ഗതികേടാണ്. ഇതൊക്കെ അധികൃതരൊന്ന് കാണണം. ഇക്കാര്യത്തിൽ നമുക്കൊരു പരിഹാരവും ഉണ്ടാക്കണം. കൗൺസിലറോടും അതോടൊപ്പം തന്നെ കോർപ്പറേഷൻ അധികൃതരോടും ഒക്കെ നമുക്ക് ഈ പ്രശ്നം ഒന്ന് അറിയിക്കുകയും വേണം. ദിലീപ് ദേവസ്യ, അവരുണ്ടായിട്ട് എന്ത് പ്രയോജനമാണ്? തീർച്ചയായിട്ടും ശുചിയ. മാത്രമല്ല, ഈ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന സമയമാണ്. നമുക്കറിയാം, എല്ലാവർക്കും അറിയാം, വീട്ടിൽ ഒരുപാട് വെള്ളം വേണം, ചൂടാണ്, ഒരു 2 നേരമെങ്കിലും കുളിക്കേണ്ട അവസ്ഥയുണ്ട്. ഇതിനൊക്കെ വെള്ളം ഉണ്ടോ ചേച്ചി? ഇല്ല, വെള്ളമില്ല. 2 നേരം കുളിക്കുന്നിടത്ത് 1 നേരം കുളിക്കാൻ വെള്ളമില്ല. പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ 2 നേരം കുളിക്കുന്നത്? ഞങ്ങൾക്ക് വെള്ളമില്ല, തീരെ ഇല്ല വെള്ളം. കൊണ്ടുവരാൻ പോയി അടുത്ത അയൽവാസികളുടെ വീട്ടിലും കിണറോ കിണറില്ല. കൊണ്ടുവരണമെങ്കിൽ അങ്ങ് ഒരുപാട് ദൂരെ പോകണം. ഞങ്ങൾ എവിടെ പോയി എടുക്കും വെള്ളം? അതിന് വേണ്ട ഇല്ല. കഴിഞ്ഞ ആഴ്ച ബാത്റൂമിൽ പോകാൻ വെള്ളമില്ലാതെ ചേട്ടൻ്റെ വീട്ടിൽ പോയി. കഷ്ടപ്പാടാണ് ഈ കാണുന്നത്. കഷ്ടപ്പാടിനപ്പുറം ദുരവസ്ഥയാണ് ദിലീപ്. ഇത് ദുരവസ്ഥയാണ് ഈ മനുഷ്യർക്ക്. ആ സ്ത്രീകളടക്കം അവിടെ വന്ന് പറയുന്നതിലൂടെ അധികൃതർ ഇത് കാണണം, കണ്ണു തുറന്ന് കണ്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം. താമരക്കുളത്തെ ഇങ്ങനെ അനാഥമാക്കിയിടാൻ സാധിക്കില്ല നമുക്ക്. അവിടേക്ക് കുടിവെള്ളം എത്തുന്നതിനായിട്ടുള്ള നടപടികൾ ഉണ്ടാകണം. 7 മാസമായി കാത്തിരിക്കുകയാണ് 350 കുടുംബങ്ങൾ എന്നുള്ളത് ചെറിയ കാര്യമല്ല സർ.